ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് SCRT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 10ാമത്തെ ചാപ്റ്ററാണ് വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെയും പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇവിടെ കൊടുത്തേക്കുന്ന ഒരു കുറിപ്പ് വായിച്ചു നോക്കാം. നിലാവ് പൊഴിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെ മനോഹാരിതയിൽ ആകാശം എത്ര സുന്ദരമാണ്. മുത്തുകൾ വാരി വിതറിയതുപോലെ അനേകായിരം നക്ഷത്രങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നു. അവയ്ക്കൊപ്പം തിളങ്ങി നിൽക്കുന്ന ഒരു ആകാശഗോളത്തെ നോക്കി പീലി പറഞ്ഞു, അതൊരു ഗ്രഹമാണ്. അത്ഭുതത്തോടെ നോക്കി നിന്ന ഞങ്ങളോട് വിക്കി വിളിച്ചു പറഞ്ഞു, അതാണ് ശുക്രൻ. അപ്പോൾ നീനു ചോദിച്ചു, ഗ്രഹമായിട്ട് കൂടി ശുക്രൻ ഇങ്ങനെ തിളങ്ങുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാവരും കൗതുകത്തോടു കൂടി നീനുവിനെ നോക്കി. പിന്നീട് അങ്ങോട്ട് ആകാശത്തിലെ അത്ഭുതക്കാഴ്ചയുടെ കെട്ടഴിയുകയായിരുന്നു. അപ്പോൾ 5ാം ക്ലാസ്സിൽ തന്നെ നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഓൾറെഡി പഠിച്ചായിരുന്നു. അതിനേക്കാളും കുറച്ചുകൂടെ പഠിക്കാൻ ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ട്. പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിലുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ശുക്രൻ ജ്വലിച്ചുകൊണ്ട് നിന്നത്? എന്തുകൊണ്ടാണ്? സൂര്യന്റെ സാന്നിധ്യം കൊണ്ടാണ് ശുക്രനും ജ്വലിച്ചു നിന്നത് അല്ലേ. ഗ്രഹങ്ങൾ എന്താണ്? ഒരിക്കലും സ്വയം പ്രകാശിക്കുന്നില്ല. നമ്മൾ പഠിച്ചായിരുന്നു, നക്ഷത്രങ്ങളാണ് എന്ത് ചെയ്യുന്നത്? സ്വയം പ്രകാശിക്കുന്നത്. ഗ്രഹങ്ങൾ എന്താ ചെയ്യുന്നത്? സൂര്യന്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയാണ് അല്ലെ. റിഫ്ലക്ഷനിലൂടെയാണ് അവ സ്വയം പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ഓക്കെ, നോക്കിക്കേ, സൂര്യന്റെ സാന്നിധ്യമാണ് ഇതിന് കാരണം. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും സൂര്യനാണ്. സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം നക്ഷത്രങ്ങളുമുണ്ട്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായാണ് കാണുന്നത്. എന്തുകൊണ്ടാ? ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. എന്താ പറയുന്നേ? സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികൾ. എന്താണ്? കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികൾ. ഗാലക്സികളെ കുറിച്ച് നോക്കിക്കേ. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികൾ. സമീപത്തുള്ള മറ്റൊരു നക്ഷത്രമാണ് ആൽഫ സെന്റോറി. സൂര്യൻ ഉൾപ്പെട്ട ഗാലക്സിയാണ് ആകാശഗംഗ, മിൽക്കി വേ. ആകാശഗംഗയ്ക്ക് ഡിസ്കിന്റെ ആകൃതിയാണുള്ളത്. ആകാശഗംഗയുടെ കേന്ദ്രത്തിൽ നിന്ന് 30,000 പ്രകാശവർഷം അകലെയാണ് സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത്. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾക്കൊള്ളുന്നതാണ് ദൃശ്യപ്രപഞ്ചം. കണ്ടോ, ഗാലക്സിയുടെ ചിത്രം അവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ നക്ഷത്രം മിന്നുന്നതായിട്ട് നമുക്ക് തോന്നും. എന്തുകൊണ്ട് അങ്ങനെ? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നും. നോക്കിക്കേ, ഈ ഒരു ചിത്രത്തിൽ എന്താ കാണാൻ സാധിക്കുന്നത്? നടുക്കായിട്ട് എന്ത് കാണുന്നുണ്ട്? കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനെ കാണുന്നുണ്ട്. അതിന് ചുറ്റും എന്താ കാണുന്നത്? അതിന് ചുറ്റും നമ്മൾ വിവിധ ആകാശഗോളങ്ങളെയും കാണുന്നുണ്ട്. ആകാശഗോളങ്ങൾ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യനെ ചുറ്റി കറങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. സൂര്യനാണ് കേന്ദ്രമായിട്ട് ഉള്ളത്. ഓക്കെ, ഓരോന്നും എന്ത് ചെയ്തിട്ടുണ്ട്? അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, സൂര്യനെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബുധനെ കാണിച്ചിട്ടുണ്ട്, ശുക്രനെ കാണിച്ചിട്ടുണ്ട്, ഭൂമിയെ കാണിച്ചിട്ടുണ്ട്, ചന്ദ്രനെ കാണിച്ചിട്ടുണ്ട്, ചൊവ്വ കാണിച്ചിട്ടുണ്ട്, ക്ഷുദ്രഗ്രഹങ്ങൾ കാണിച്ചിട്ടുണ്ട്, വ്യാഴത്തെ കാണിച്ചിട്ടുണ്ട്, യുറാനസ് കാണിച്ചിട്ടുണ്ട്, ശനി കാണിച്ചിട്ടുണ്ട്, നെപ്റ്റ്യൂൺ കാണിച്ചിട്ടുണ്ട്, കുള്ളൻ ഗ്രഹങ്ങളെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വാൽ നക്ഷത്രത്തെയും കാണിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ചിത്രത്തിൽ നമ്മൾ സൂര്യനെ കൂടാതെ മറ്റ് ആകാശഗോളങ്ങളെയും കണ്ടു. നമ്മൾ താമസിക്കുന്നത് എവിടെയാണ്? നമ്മൾ അധിവസിക്കുന്നത് എവിടെയാണ്? നമ്മൾ അധിവസിക്കുന്നത് ഭൂമിയിലാണ് അല്ലേ. നമ്മൾ അധിവസിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമി ഒരു ആകാശഗോളമാണ് അല്ലേ. ഓക്കെ, ഭൂമി ഒരു ഗ്രഹമാണ്. ഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മൾ ആദ്യം ആ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. എന്താ പറയുന്നേ? സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. സൂര്യനെ വലം വെക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? സൂര്യനെ വലം വെക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? നോക്കിക്കാൻ നമുക്ക് ഒന്നോട്ട് നോക്കാം. ബുധന് സൂര്യനെ വലം വയ്ക്കുന്നുണ്ട്. നോക്കിക്കേ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. അതുപോലെ തന്നെ ശുക്രൻ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹമാണ്. നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ രാവിലെയും സന്ധ്യാസമയത്തും ആകാശത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാം. ആര്? ശുക്രൻ. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഏത്? ഭൂമി. ചൊവ്വ ചുവന്ന ഗ്രഹമാണ്. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ളത് ആർക്കാണ്? ശനിക്കാണ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് ഏത്? യുറാനസ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഏത്? നെപ്റ്റ്യൂൺ. ഓക്കെ, നമ്മൾ കണ്ടു സൂര്യനെ വലം വെക്കുന്ന ആകാശഗോളങ്ങളെ നമ്മൾ കണ്ടു. ഗ്രഹങ്ങൾ മാത്രമാണോ സൂര്യനെ വലം വെക്കുന്നത്? ഗ്രഹങ്ങളെ കൂടാതെ കുള്ളൻ ഗ്രഹങ്ങളെയും ക്ഷുദ്രഗ്രഹങ്ങളെയും നമ്മൾ ആ ചിത്രത്തിൽ കണ്ടായിരുന്നു. നോക്കിക്കേ, സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽ നക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്താണ്? സൂര്യനാണ്. ഓക്കെ, സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് ആരാണ്? നിക്കോളസ് കോപ്പർനിക്കസ് ആണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത് ആരാണ്? നിക്കോളസ് കോപ്പർനിക്കസ്. ഇദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു. ഇദ്ദേഹം പോളണ്ടുകാരനാണ്. ഓക്കെ, സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ, മിൽക്കി വേ. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ എന്താണ്? ആകാശഗംഗ, മിൽക്കി വേ. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. എന്ത്? പ്രപഞ്ചം, യൂണിവേഴ്സ്. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. സൗരയൂഥത്തിന്റെ ചിത്രത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപാത കണ്ടോ? സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം. എന്താണ്? സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. എന്താ പറയുന്നത്? ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. എന്താ പറയുന്നത്? സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം എന്തോ ചെയ്യുന്നുണ്ട്? അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട്. ഓക്കെ, ഇവിടെ ബുധനെ കാണിച്ചിട്ടുണ്ട്. ബുധന്റെ ഒരു പ്രത്യേകത എന്താണ്? ഏറ്റവും ചെറിയ ഗ്രഹമാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഉപഗ്രഹങ്ങളില്ല. ഏറ്റവും വേഗത്തിൽ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. നോക്കിയ സൗരയൂഥത്തിലെ അംഗങ്ങളും അവയുടെ സവിശേഷതകളും. ആദ്യം നോക്കുന്നത് സൂര്യനെ കുറിച്ചാണ്. നോക്കിയ സൂര്യന്റെ പ്രത്യേകതകള്. സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ. സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. ജ്വലിക്കുന്ന വാതകഗോളമാണ് സൂര്യൻ. വൻതോതിൽ താപവും ഊർജവും പുറത്തേക്ക് വിടുന്നു. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യന്റെ സ്ഥാനം. സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എത്ര മിനിറ്റ് വേണം? 8 മിനിറ്റ് സമയം വേണം. ഓക്കെ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ശുക്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. ഏറ്റവും ചൂടുള്ള ഗ്രഹവുമാണ് ശുക്രൻ. സൂര്യോദയത്തിന് തൊട്ടു മുമ്പും സൂര്യാസ്തമയം കഴിഞ്ഞ ഉടനെയും ശുക്രനെ ആകാശത്ത് കാണാൻ കഴിയുന്നു.
ശുക്രന്റെ ഭ്രമണം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ശുക്രന്റെ ഭ്രമണം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. സൂര്യോദയം പടിഞ്ഞാറ് ദിശയിലുള്ള സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് ശുക്രൻ. എന്തുകൊണ്ടാണ്? സൂര്യൻ ആദ്യം ഉദിക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. എന്തുകൊണ്ടാ? അത് തിരിഞ്ഞാണ് കറങ്ങുന്നത്. ശുക്രന്റെ ഭ്രമണം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ശുക്രന് ഒരു രാവും പകലും പൂർത്തിയാക്കാൻ 243 ദിവസങ്ങൾ വേണം. ശുക്രന് ഒരു രാവും പകലും പൂർത്തിയാക്കാൻ 243 ദിവസങ്ങൾ വേണം. പരിക്രമണത്തേക്കാൾ സ്വയംഭ്രമണത്തിന് സമയമെടുക്കുന്ന സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് ശുക്രൻ. ശുക്രന്റെ പ്രത്യേകത എന്താണ്? പരിക്രമണത്തേക്കാൾ സ്വയംഭ്രമണത്തിന് സമയമെടുക്കുന്ന സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് ശുക്രൻ. ഓക്കെ. ഭൂമി. ഏക ഉപഗ്രഹം ചന്ദ്രനാണ്. നീലഗ്രഹമാണ്. ജലഗ്രഹമാണ്. ചൊവ്വ ചുവന്ന ഗ്രഹമാണ്. ചൊവ്വയിലെ സമൃദ്ധമായ ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഇതിന് ചുവപ്പ് നിറം നൽകുന്നത്. വളരെ നേർത്ത അന്തരീക്ഷമാണ് ചൊവ്വയിലുള്ളത്. ഭൂമിയോട് ഏറ്റവും സാമ്യമുള്ള ഗ്രഹമാണ് ചൊവ്വ. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ 12 വർഷം വേണം. വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ്. 60-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. പച്ച കലർന്ന നീല നിറമാണ് വ്യാഴത്തിന്. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ 12 വർഷം വേണം. ശനി വാതക ഭീമൻ എന്നറിയപ്പെടുന്ന ഗ്രഹമാണ്. വാതക ഭീമൻ. ജലത്തേക്കാൾ സാന്ദ്രത കുറവ്. ചുറ്റും വലയങ്ങൾ ഉണ്ട്. അടുത്ത നോക്കിയേ, നെപ്റ്റ്യൂൺ. 25-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുള്ളത് നെപ്റ്റ്യൂണിലാണ്. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ക്ഷുദ്രഗ്രഹങ്ങളും കുള്ളൻ ഗ്രഹങ്ങളെക്കുറിച്ചും വാൽനക്ഷത്രങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. നമ്മൾ മറ്റുള്ള ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നോക്കി അല്ലേ? സൂര്യനെ കുറിച്ച് നോക്കി, മറ്റുള്ള ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കി. ഇനി നോക്കിക്കേ, വാൽ നക്ഷത്രങ്ങൾ. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരനാണ് വാൽ നക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. എങ്ങനെയാണ്? പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. അടുത്തത് കുള്ളൻ ഗ്രഹങ്ങൾ. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. നോക്കിക്കേ, ഉൽക്കകൾ. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്ന് അറിയപ്പെടാറുണ്ട്. ഇനി നോക്കിക്കേ, ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. എന്താ പറയുന്നത്? ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഇനി നോക്കിക്കേ, നക്ഷത്രമാസം. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടിവരുന്നു. എന്താ പറയുന്നത്? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടിവരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം. നമ്മുടെ ഭൂമി. ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് പറഞ്ഞേക്കുന്നത് നോക്കിക്കേ, ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിന്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്കത് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. സുനിത വില്യംസ് ഇപ്പോഴും പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ബഹിരാകാശത്തേക്ക് പോയേക്കുകയാണ് അല്ലേ? ഓക്കെ, ബഹിരാകാശം എന്താണ്? ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം. നമ്മൾ പഠിച്ചായിരുന്നു ഓൾറെഡി അല്ലേ? വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കായും പര്യവേഷണത്തിനായും ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യരേഖാഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണിതിന്. ഈ ആകൃതിയാണ് ജിയോയിഡ്. അപ്പോൾ ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ഏതാണ്? ജിയോയിഡ് ആണ്.
ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ഓക്കെ. ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. ഗ്രീക്ക് ചിന്തകരായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. പിൽക്കാലത്ത് മഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. നോക്കിക്കേ, ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൂമിയുടെ ചിത്രമാണ് അല്ലേ? നമ്മുടെ ഭൂമിയുടെ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ബഹിരാകാശത്ത് നിന്നെടുത്ത ഭൂമിയുടെ ചിത്രങ്ങളാണിവ. നോക്കിക്കേ, നമ്മുടെ ഭൂമി ഏത് കളറിലാണ് കാണപ്പെടുന്നത്? എങ്ങനെയാണ് കാണപ്പെടുന്നത്? നീല ഗോളമായിട്ടാണ് നമ്മുടെ ഭൂമി കാണപ്പെടുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ അതിൽ കാണുന്ന നിറം ഏതാണ്? നീലയാണ്. നമ്മൾ ഭൂമിയുടെ മാതൃകയായ ഗ്ലോബ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? പരക്കെ നീല നിറം വ്യാപിച്ച് കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ നീല നിറം ഇങ്ങനെ കാണപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? നമുക്കത് നോക്കാം എന്തുകൊണ്ടാണെന്ന്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 71% എന്താണ്? ജലമാണ് അല്ലേ? ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 71% എന്താണ്? ജലമായതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. എന്താണ്? ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. എന്താ പറയുന്നേ? അന്തരീക്ഷത്തിൽ എന്തൊക്കെയുണ്ട്? വാതകങ്ങളുണ്ട്, പൊടിപടലങ്ങളുണ്ട്, ജലാംശമുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായകമായ പങ്ക് വഹിക്കുന്നു. നോക്കിക്കേ, ഭൂമിയുടെ ചലനങ്ങൾ. ഭൂമിക്ക് ചലനമുണ്ടോ? നമുക്ക് നോക്കാം. ഭൂമിയുടെ ചലനം മൂലമാണ് രാത്രിയും പകലും അനുഭവപ്പെടുന്നത്. രാത്രിയും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഭൂമിയുടെ ചലനം മൂലമാണ്. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം കറങ്ങുന്നുണ്ട്. ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് രാത്രിയും പകലും നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നതിനെ പറയുന്ന പേരെന്താണ്? ഭ്രമണം എന്നാണ്. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഭ്രമണം എന്ന് പറയുന്നത്. നോക്കിക്കേ, ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. ഭൂമിയുടെ ആകൃതി എങ്ങനെയാണ്? ഗോളാകൃതിയാണ് അല്ലേ? മറ്റേ പകുതിയിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ എന്ത് അനുഭവപ്പെടുന്നു? പകല് അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. മനസ്സിലായോ എങ്ങനെയാണ് രാത്രിയും പകലും ഉണ്ടാകുന്നതെന്ന്? സൂര്യന് അഭിമുഖമായി വരുമ്പോഴാണ് പകലുണ്ടാകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ എന്തായിരിക്കും? ഇരുട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ എന്താണ്? അവിടെ രാത്രി അനുഭവപ്പെടുന്നു. ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാവുന്നത്. ഓക്കെ. ഇനി നോക്കിക്കേ, ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ. ഓക്കെ. ഭ്രമണം മനസ്സിലായല്ലോ? സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. ഓക്കെ. സൂര്യനെ വലം വെക്കുന്നതാണ് എന്ത്? പരിക്രമണം. ശരി. നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഭ്രമണത്തെ കാണിച്ചേക്കുന്ന ചിത്രമാണ്. കണ്ടോ? ഇവിടെ അച്ചുതണ്ട്, സാങ്കല്പിക അച്ചുതണ്ട് കാണിച്ചിട്ടുണ്ട്. ഭൂമി എന്ത് ചെയ്യുകയാണ്? റൊട്ടേറ്റ് ചെയ്യുകയാണ്. കണ്ടോ? ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ സൂര്യൻ ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട് നിൽക്കുകയാണ്. സൂര്യനെയാണ് ഗ്രഹങ്ങൾ എന്തോ ചെയ്യുന്നത്? വലം വെക്കുന്നത്. അതിനെ പരിക്രമണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? പരിക്രമണവും ചെയ്യുന്നുണ്ട്, ഭ്രമണവും ചെയ്യുന്നുണ്ട്. സ്വയം കറങ്ങുന്നുണ്ട്, അതോടൊപ്പം തന്നെ സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? വലം വെക്കുന്നുമുണ്ട്. ഓക്കെ. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഭ്രമണത്തിന്റെ ഫലമായിട്ടാണ് രാത്രിയും പകലും അനുഭവപ്പെടുന്നത്. അപ്പോൾ സൂര്യന് അഭിമുഖമായിട്ട് കണ്ടോ? സൂര്യന് അഭിമുഖമായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ പകല് അനുഭവപ്പെടുന്നു. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ എന്താണ്? രാത്രിയാണ് അനുഭവപ്പെടുന്നത്. മനസ്സിലായല്ലോ? ശരി. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക്
രാത്രിയും പകലും അനുഭവപ്പെടുന്നത്. ഓക്കെ. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര സമയമാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം. അപ്പോൾ ഇത് കറക്റ്റ് പഠിച്ചു വെച്ചേക്കുക. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഓക്കെ. ഇത് നോക്കിക്കേ. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ. അപ്പോ എന്താണ്? ഭൂമി സ്വയം കറങ്ങുന്നുമുണ്ട്, അതോടൊപ്പം സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെയും വലം വെക്കുന്നുണ്ട്. അപ്പോ നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. അതാണ് എന്ത്? പരിക്രമണം. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. അതായത് 365 ദിവസവും 6 മണിക്കൂറും ആവശ്യമാണ്. ഇതിനെ ഒരു വർഷമായി കണക്കാക്കുന്നു. അപ്പോൾ ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണം. അതിനെ എന്താണ്? ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നത്. ഓക്കെ. നോക്കിക്കേ, അടുത്തത് ഋതുക്കളാണ്. എന്റെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പുത്തനുടുപ്പിനെ നനയ്ക്കുന്ന ഇടവപ്പാതി മഴ. ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മഴ കർക്കിടം കഴിയുന്നതോടെ ശമിച്ചു തുടങ്ങും. പിന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും മാസമായി ചിങ്ങമാസത്തിന്റെ കടന്നുവരവാണ്. ഈ സമയം പ്രകൃതി പൂത്തുലഞ്ഞ് ഓണത്തെ വരവേൽക്കുന്ന കാഴ്ച എത്ര മനോഹരമാണെന്നോ. തുടർന്ന് കന്യച്ചൂടിന് ആശ്വാസം പകർന്ന് തുലാവർഷം എത്തുന്നു. വൃശ്ചികം ധനു മാസങ്ങൾ പ്രകൃതിയെ തണുപ്പിക്കും. മകരമാസത്തിൽ ചില വൃക്ഷങ്ങൾ ഇല പൊഴിച്ച് നിൽക്കുന്നത് കാണാം. കുംഭം മീനം മേടം മാസങ്ങളിലെ അതിശക്തമായ ചൂടുകൊണ്ട് മിക്കവാറും ജലാശയങ്ങൾ വറ്റിവരളും. തൊടിയിൽ കാഴ്ച നിൽക്കുന്ന മാവും പ്ലാവും പ്രകൃതിയെ ആ സമയത്ത് മനോഹരമാക്കിയിരുന്നു. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ? ഋതുക്കള് മാറി വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് അടുത്ത ഭാഗത്തിൽ വിശദമായിട്ട് നോക്കാം. ആ ഒരു കുറിപ്പ് വായിച്ചപ്പോൾ നമുക്ക് എന്താണ്? വർഷം മുഴുവൻ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടു. എന്തൊക്കെ മാറ്റങ്ങളാണ്? മഴ ഉണ്ടാവുന്നുണ്ട്, ചൂടുണ്ടാവുന്നുണ്ട്, വരൾച്ച അനുഭവപ്പെടുന്നുണ്ട്, സസ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. കായ്ച്ചു നിൽക്കുന്ന മരങ്ങൾ, അതോടൊപ്പം മരങ്ങള് എന്താണ്? ഇല പൊഴിച്ച് നിൽക്കുന്ന ഒരു സമയവുമുണ്ട്. ഓക്കെ. അടുത്ത ചിത്രം നോക്കിക്കേ. ഇവിടെ എന്താ കാണുന്നത്? മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥ കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം മഞ്ഞിന്റെ ഒരു കാലാവസ്ഥ കാണിച്ചിട്ടുണ്ട്. പിന്നീട് വേനൽക്കാലമാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ തന്നേക്കുന്ന ചിത്രത്തിൽ ഏതൊക്കെ കാലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്? മഴക്കാലം, മഞ്ഞുകാലം, വേനൽക്കാലം. നമുക്ക് വേനൽക്കാലത്തും മഴക്കാലത്തും മഞ്ഞുകാലത്തും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്, അല്ലേ? വേനൽക്കാലത്ത് ജലാശയങ്ങൾ വറ്റുന്നുണ്ട്, മഴക്കാലത്ത് പുഴകൾ നിറഞ്ഞൊഴുകുന്നു, മഞ്ഞുകാലത്ത് ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നു. കേരളത്തിലെ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഭൂമിയുടെ മറ്റ് പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിന്റെ ഏറ്റക്കുറച്ചിലുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നോക്കിയേ, ഭ്രമണം. ഭ്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരിക്രമണം. പരിക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി വലം വയ്ക്കുന്നുണ്ട്, അല്ലേ? സൂര്യന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി സഞ്ചരിക്കുന്നുണ്ട്. അതിനെയാണ് പരിക്രമണം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോഴെന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഋതുക്കള് ഉണ്ടാകുന്നുണ്ട്. അടുത്ത നോക്കിക്കേ, ദിന അന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. അണ്ടർ 17 ക്രിക്കറ്റ് മഴ മൂലം ഫൈനൽ മത്സരം ഉപേക്ഷിച്ചു. കൊച്ചി. ഇന്നലെ നടത്താനിരുന്ന അണ്ടർ 17 ക്രിക്കറ്റ് ഫൈനൽ മത്സരം പെട്ടെന്നുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. അടുത്ത 3 ദിവസത്തേക്ക് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇവിടെ എന്താ പറയുന്നത്? ക്രിക്കറ്റ് മത്സരം ഉപേക്ഷിക്കാൻ ഇടയായ സാഹചര്യം എന്താണ്? അന്തരീക്ഷത്തില് പെട്ടെന്ന് ഉണ്ടായ ഒരു മാറ്റമാണ്, അല്ലേ? ശക്തമായ കാറ്റും മഴയും കാരണമാണ് എന്ത് ചെയ്തത്? ക്രിക്കറ്റ് മാറ്റി വെച്ചത്. ഓക്കെ. ക്രിക്കറ്റ് മത്സരം ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്? അന്തരീക്ഷത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റങ്ങളാണ്.
നോക്കിക്കേ, അന്തരീക്ഷാവസ്ഥയിൽ ചിലപ്പോഴൊക്കെ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ദിനാന്തരീക്ഷസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റം മൂലമാണ്. എന്താണ് ദിനാന്തരീക്ഷസ്ഥിതി? വെതർ. ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷസ്ഥിതി. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷസ്ഥിതിയെ സ്വാധീനിക്കുന്നു. എന്താണ്? ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷസ്ഥിതി അല്ലെങ്കിൽ വെതർ. നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷസ്ഥിതിയെ സ്വാധീനിക്കുന്നു. അടുത്തത് കാലാവസ്ഥ, ക്ലൈമറ്റ്. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷസ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ്. ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷസ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ്. നോക്കിക്കേ, ഇവിടെ 4 പേപ്പർ കട്ടിങ്സ് കാണിച്ചിട്ടുണ്ട്. വായിച്ചു നോക്കിക്കേ. ചൂട് കൂടുന്നു, സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. ഹിമാചലിൽ വീണ്ടും മഞ്ഞ് വീഴ്ച, സ്കൂളുകൾക്ക് അവധി. ശക്തമായ കാറ്റിന് സാധ്യത, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. കനത്ത മഴ, 5 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ ദിനാന്തരീക്ഷ മുന്നറിയിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സഹായകമാവുന്നുണ്ട്. എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്യുന്നത്? യാത്രകൾ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മുൻകൂട്ടി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാം, മുൻകരുതലുകൾ എടുക്കാം. അതോടൊപ്പം അപകട സാധ്യതകൾ കുറയ്ക്കാനായിട്ട് നമുക്ക് ഇത് സഹായകമാണ്. നോക്കിക്കേ, കാലാവസ്ഥയും ജനജീവിതവും. ഇവിടെ എസ്.കെ. പൊറ്റക്കാടിന്റെ പാതിരാസൂര്യന്റെ നാട്ടിലെന്ന് പറയുന്ന കൃതിയിലെ ഒരു ഭാഗമാണ് കാണിച്ചിട്ടുള്ളത്. എന്താ ഇവിടെ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഉറച്ച് കട്ടിയായി തീർന്ന തടാകങ്ങളുടെ മാറിലൂടെ ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങും. ഉറച്ച് കട്ടിയായി തീർന്ന തടാകങ്ങളുടെ മാറിലൂടെ ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങും. സ്കീയിങ്, സ്കേറ്റിംഗ് തുടങ്ങിയ വിന്റർ സ്പോർട്സുകളുടെ ബഹളങ്ങളായിരിക്കും ഓരോ മൂലയിലും. വർഷത്തിൽ അധികകാലവും മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് റോഡുകൾ ഉറപ്പിലും ഭംഗിയിലും നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടും പണച്ചെലവുമുണ്ട്. ലാഹ്തിയുടെ ശരിയായ അഴക് കാണണമെങ്കിൽ ഹേമന്തകാലത്ത് ഇവിടെ വരണമെന്ന് കായ പറഞ്ഞു. അന്ന് നിലമെല്ലാം ധവളാഭമായ ഹിമത്താൽ മൂടിയിരിക്കും. മരങ്ങളെല്ലാം വെള്ളക്കടലാസ് തോരണങ്ങൾ പോലെ നിലകൊള്ളുന്നുണ്ടാകും. അവിടെ പറയുന്നത് എന്താ? മഞ്ഞ് മൂടി കിടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. റോഡിലെല്ലാം എന്തായിരിക്കും? ധവളാഭമായെന്ന് പറയുന്ന വെള്ള കളറിൽ എന്താണ്? മഞ്ഞ് മൂടി കിടക്കുമായിരിക്കും. അപ്പോൾ മരങ്ങളിലും മഞ്ഞ് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇലകൾ കാണാതെ മഞ്ഞ് മൂടി എന്താണത്? വെള്ളക്കടലാസ് തോരണങ്ങൾ പോലെ കാണപ്പെടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഹിമത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് എന്ത് ഉത്സാഹമാണെന്നോ. ഏതാണ്ട് 6 മാസക്കാലം നീണ്ട രാത്രികൾ തന്നെ. പകൽ വെളിച്ചം കൂടിയാൽ 1-2 മണിക്കൂർ ഉണ്ടാകും. നിലം നീളെ മൂടിക്കിടക്കുന്ന ഹിമത്തിന്റെ ദാളവ്യവും ആകാശത്തിന്റെ വെളിച്ചവും കൂടിക്കലർന്ന് നേരിയ നിലാവ് പരന്നതുപോലെ തോന്നുമെന്നാണ് പറയുന്നത്. നോക്കിക്കേ, പാതിരാസൂര്യന്റെ നാട്. പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഏത്? നോർവേ. യൂറോപ്പിന്റെ വടക്കുഭാഗത്ത് നോർവേ സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിന്റെ വടക്കുഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, വർഷത്തിൽ അധിക കാലവും മഞ്ഞു മൂടിക്കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം എന്താണ്? തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ്? വർഷത്തിൽ അധിക കാലവും മഞ്ഞു മൂടിക്കിടക്കുന്നു. ഹേമന്തകാലത്ത് നിലമെല്ലാം ധവളാഭമായ ഹിമത്താൽ മൂടിയിരിക്കും. 6 മാസക്കാലം നീണ്ട രാത്രിയും അതുപോലെ തന്നെ 6 മാസക്കാലം നീണ്ട പകലുമാണ് അല്ലേ? ഓക്കെ, പകല് വെളിച്ചം 1-2 മണിക്കൂർ മാത്രമാണ് ഉള്ളത്. ശരി. ജനവാസം കുറവുള്ള മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ്? തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട്, അതായത് അവിടെ താമസിക്കുന്നവർ, അവിടുത്തെ അന്തേവാസികളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്യൂട്ട്. ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് വളർത്തുനായകൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ്. അതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് ചിത്രം നോക്കിക്കേ. സ്ലെഡ്ജ് നമ്മൾ ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ട്വിലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫിലിം.
ഓക്കെ, അതിനകത്ത് അങ്ങനെ കാണിക്കുന്നുണ്ട്. നോക്കിക്കേ, 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഇഗ്ലു എന്ന് പറയുന്നത് എന്താണ്? നോക്കിവിടെ കൊടുത്തിട്ടുണ്ട്, ഇഗ്ലു. ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയരായ ജനവിഭാഗമാണ് ഇഗ്നൂട്ട് അഥവാ എസ്കിമോകൾ. ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലു. അപ്പോൾ അവർ താമസിക്കുന്ന മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച വീടാണ് എന്ത്? ഇഗ്ലു. എന്താ പറയുന്നത് ഇവിടെ? 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ശൈത്യകാലത്ത് അവരെന്ത് ചെയ്യത്തില്ല? പുറത്തേക്ക് ഇറങ്ങാറില്ല. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. അവിടുത്തെ സസ്യവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? പന്നലും പായലും. അത് അതിശൈത്യത്തെ അതിജീവിക്കുന്ന സസ്യങ്ങളാണ്. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. ഇവയ്ക്കൊക്കെ എന്താണ്? ആ ഒരു കാലാവസ്ഥയെ തരണം ചെയ്യാനുള്ള കഴിവുണ്ട്. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. ഓക്കെ, വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. അവിടെയുള്ളവർ ഏതൊക്കെ തൊഴിലാണ് ചെയ്യുന്നത്? വേട്ടയാടലും മത്സ്യബന്ധനവുമാണ്. ഓക്കെ, ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണ മരുഭൂമികൾ. ഇവിടെ കാണിച്ചിട്ടുള്ളത് മരുഭൂമിയുടെ ചിത്രമാണ്. ഓക്കെ, വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതകളാണ്. ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ്. ഉഷ്ണ മരുഭൂമികളിൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ജീവിത രീതിയാണുള്ളത്. തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമിയുടെ മറ്റ് സവിശേഷതകളാണ്. അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ്. സഞ്ചാരത്തിനും ചരക്കുനീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് മരുഭൂമികളിലെ സാധാരണ കാഴ്ചയാണ്. മരുഭൂമികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മരുഭൂമി പ്രദേശത്തെ സവിശേഷതകൾ നോക്കിക്കേ. മണൽക്കുന്നുകളുണ്ട്, രാത്രി താപം കുറവാണ്, തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റും, പകൽ സമയം എന്താണ്? താപം വളരെ കൂടുതലാണ്, മഴ തീരെ കുറവാണ്, വിശാലമായ മണൽപ്പരപ്പാണ്. ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണുള്ളത്. ധ്രുവപ്രദേശങ്ങളിലും മരുഭൂമി പ്രദേശങ്ങളിലും താമസിക്കുന്ന ജനങ്ങളുടെ ജീവിതശൈലിയും എല്ലാം എന്താണ്? വ്യത്യസ്തമാണ് അല്ലേ? ഒരു പ്രദേശത്തെ കൃഷി, തൊഴിൽ, ആഹാരം, വസ്ത്രധാരണ രീതി, വീട് നിർമ്മാണം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യരുടെ അശാസ്ത്രീയ ഇടപെടലുകൾ സ്വാഭാവിക പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി ലോകമെമ്പാടുമിന്ന് കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു പ്രദേശത്തെ കൃഷി, തൊഴിൽ, ആഹാരം, വസ്ത്രധാരണ രീതി, വീട് നിർമ്മാണം, ആഘോഷങ്ങൾ ഇവയെല്ലാം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? കാലാവസ്ഥയ്ക്കനുസരിച്ചാണ്. കാലാവസ്ഥ വ്യതിയാനം. 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ കെനിയൻ വിദ്യാർത്ഥി എലിസബത്ത് വത്തിറ്റി ലോകത്തോട് നടത്തിയ അഭ്യർത്ഥനയാണ് ചുവടെ തന്നിട്ടുള്ളത്. നോക്കിക്കേ, നമുക്കിന്ന് വായിച്ചു നോക്കാം എന്താ പറയുന്നതെന്ന്. ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത്. അവിടെ 20 കോടി ജനങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിന്റെ ദുരിതം അനുഭവിക്കുകയാണ്. കൊടും വരൾച്ചയാണ് അവിടെ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട്, 3-ാം വർഷവും അങ്ങനെ തന്നെയാകുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഞങ്ങൾക്ക് മഴയില്ല, പുഴകളെല്ലാം വറ്റി, താപതരംഗങ്ങൾ വീശിയടിക്കുന്നു. നിങ്ങൾ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ. ഞങ്ങളുടെ വിളകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി, മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ്.
ഇങ്ങനെ പോയാൽ 2025ഓടെ ഞങ്ങളിൽ പകുതി പേരും ഇല്ലാതാകും. ഈ സമ്മേളനത്തിൽ നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് മഴ തിരിച്ച് തരുമോ എന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുമോ എന്ന് തീരുമാനിക്കുക. ദയവായി നിങ്ങൾ ഹൃദയമൊന്ന് തുറക്കൂ. ദയവായി നിങ്ങൾ ഹൃദയമൊന്ന് തുറക്കൂ. ഓക്കെ, ഇവിടുത്തെ എന്താണ് മെയിനായിട്ടും പറയുന്ന കാര്യം കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചാണ്. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. നോക്കിക്കേ, 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിയായ എലിസബത്ത് വത്തിറ്റി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നം ഏതാണ്? കാലാവസ്ഥാ വ്യതിയാനമാണ്. നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥയിലുണ്ടായ നേരിയ മാറ്റം, അല്ലേ? ഓക്കെ, ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തെ അന്തരീക്ഷ സ്ഥിതി. അന്തരീക്ഷത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ താപനിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രക്രിയയാണ്. എന്താ പറയുന്നത്? കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു. നോക്കിക്കേ, ഇവിടെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഭൂമിയിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. എന്താണ്? മഞ്ഞുരുകൽ കാണിച്ചിട്ടുണ്ട്, വരൾച്ച കാണിച്ചിട്ടുണ്ട്, ചുഴലിക്കാറ്റ് കാണിച്ചിട്ടുണ്ട്, വെള്ളപ്പൊക്കം കാണിച്ചിട്ടുണ്ട്, പിന്നെന്താണ്? വനനശീകരണം, അല്ലേ? കാട്ടുതീ ഉണ്ടാവുന്നത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കേ, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ആഗോള താപനില ഉയരുന്നു, സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റിയ മഴയും, മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലും, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൽ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? കാലാവസ്ഥാ വ്യതിയാനം കാരണം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മുടെ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിതൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്താണ്? അനിയന്ത്രിതമായ പ്രകൃതിവിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു. നമ്മൾ പ്രകൃതിയെ ഒരു പരിധിക്കപ്പുറം ചൂഷണം ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പരിധി വരെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? എന്തൊക്കെ കാണുന്നുണ്ട്? വാഹനങ്ങളിൽ നിന്ന് പുകയുയരുന്നുണ്ട്. പിന്നെന്താണ്? മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? പ്ലാസ്റ്റിക് കൂട്ടിയിട്ടിട്ടുണ്ട്, അത് കത്തിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഫാക്ടറികളിൽ നിന്ന് അമിതമായി പുകയുയരുന്നുണ്ട്. അതോടൊപ്പം രാസവള പ്രയോഗവും നമ്മൾ കാണുന്നുണ്ട്. അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും അവയുടെ വലിച്ചെറിയലും, ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ, കൃഷിയിടങ്ങളിലെ അശാസ്ത്രീയമായ രാസവള പ്രയോഗവും കീടനാശിനി പ്രയോഗവും, വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ. കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പല വിധത്തിൽ ബാധിക്കുന്നുണ്ട്. പല ജീവജാലങ്ങളുടെയും വംശനാശത്തിനും ഇത് കാരണമാകുന്നു. പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും കാരണമാകാറുണ്ട്. നമുക്കിപ്പോൾ അറിയാം, അല്ലേ? കാലം തെറ്റി പെയ്യുന്ന മഴയും മഴയുടെ ഏറ്റക്കുറച്ചിൽ കാരണം പ്രളയം ഉണ്ടാകുന്നതും, അല്ലേ? ഉരുൾപൊട്ടലും ഒക്കെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ശരിയല്ലേ? ഓക്കെ, കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാവുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ഇതിനുദാഹരണമാണ് ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷൻ എന്താണെന്ന് നോക്കിക്കേ. മണ്ണ്, ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവകൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരള മിഷൻ. എന്താണ്? മണ്ണ്, ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവകൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി.
ഹരിതകർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിതകേരള മിഷന്റെ ശ്രദ്ധേയമായ കർമ്മപരിപാടികളാണ്. നമുക്കറിയാവുന്നതാണ് ഹരിതകർമ്മസേന അല്ലേ, നമ്മുടെ വീടുകളിൽ പ്ലാസ്റ്റിക് ഒക്കെ കളക്ട് ചെയ്യാൻ വരുന്നതാണ്. ഓക്കെ, നോക്കിക്കേ, വൃത്തിയുള്ള കേരളത്തിനായി ഹരിതകർമ്മസേന. ഹരിതകേരള മിഷന്റെ മാലിന്യരഹിത കേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നത്. വൃത്തിയുള്ള കേരളം സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേനാംഗങ്ങൾ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിരീക്ഷിക്കുന്നതിനാണ് ഹരിതമിത്രം സ്മാർട്ട് മാനേജ്മെന്റ് സിസ്റ്റം എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഓക്കെ, അത് പഠിച്ചു വെക്കണേ. അടുത്ത് നോക്കിക്കേ, പച്ചത്തുരുത്ത് എന്താണെന്ന്. പ്രാദേശിക ജൈവവൈവിധ്യ സംരക്ഷണം ലക്ഷ്യമാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിൽ സ്വാഭാവിക വനമാതൃകകൾ സൃഷ്ടിച്ച് സംരക്ഷിക്കുകയാണ് പച്ചത്തുരുത്ത് പദ്ധതിയുടെ ലക്ഷ്യം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ പച്ചത്തുരുത്തുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. അതും നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അവസാനം എന്താണ് കൺക്ലൂഡ് ചെയ്യുന്നത് നോക്കിക്കേ. നാം അധിവസിക്കുന്ന മനോഹരമായ ഭൂമിയും അതിലെ വിഭവങ്ങളും വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിനാൽ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന വൻ വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ എന്താണ് വിണ്ണിലെ വിസ്മയവും അവസാനം വന്ന് എവിടെ നിന്നു? മണ്ണിലെ വിശേഷത്തിലും വന്ന് നിന്നു. അങ്ങനെ തന്നെയാണ് പാഠത്തിന്റെ പേര്, വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. അപ്പോൾ നമ്മൾ ആകാശത്തു നിന്ന് തുടങ്ങി മണ്ണിലേക്ക് വന്ന് നിന്നു. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. പഠിക്കുക. ഉപകാരപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.